നമസ്കാരം. ഇന്ന് ഏപ്രിൽ 9 നമ്മുടെ നാട് വിധി എഴുതുന്ന ദിവസം. ഇവിടെ ഇവയിലിരുന്നിട്ട് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമൊക്കെ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വോട്ടർ എന്ന നിലക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മളെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തല്ലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ഇടമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ വെറുപ്പിൻ്റെയും ഈ വിദ്വേഷത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരെ നമ്മൾ ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ അവരെ നമ്മൾ മാറ്റി നിർത്തണം. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആ മതേതര പാരമ്പര്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. സ്നേഹത്തിന് വേണ്ടിയിട്ടും വികസനത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്നവർക്ക് വേണം നമ്മൾ മുൻഗണന കൊടുക്കാൻ. ഭയമില്ലാതെ സ്നേഹത്തോടെ എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ആ ഒരു നാടിന് വേണ്ടി വേണം നിങ്ങൾ ഇന്ന് വോട്ട് ചെയ്യാൻ. ഞാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത ഈ വോട്ട് അത് പാഴാക്കാതെ നിങ്ങൾ ഓരോരുത്തരും പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യണം. വെറുപ്പിനെതിരെ നമുക്ക് സ്നേഹം കൊണ്ട് മറുപടി നൽകാം. നമ്മുടെ നാടിൻ്റെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയാകട്ടെ നിങ്ങളുടെ ഓരോ വോട്ടും. ഓർക്കുക, ഓരോ വോട്ടും അമൂല്യമാണ്. ജനാധിപത്യം വിജയിക്കട്ടെ.